എറണാകുളത്ത് യു.ഡി.എഫിന് വൻ തിരിച്ചടി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. പ്രതിപക്ഷ നേതാവ് കെ.കച്ചൻ നേതൃത്വം കൊടുക്കുന്ന എറണാകുളത്ത് യു.ഡി.എഫിന് നാണം കെട്ട തിരിച്ചടി. പത്രിക കൊടുക്കുന്നതിന് മുമ്പേ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ഇനി കടമക്കുടി ഡിവിഷനിൽ മത്സരം എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സൂക്ഷ്മ പരിശോധനയിൽ എറണാകുളത്ത് യു.ഡി.എഫിന് കനത്ത തിരിച്ചടി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി. നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ.സി. ജോർജിൻ്റെ പത്രികയാണ് തള്ളിപ്പോയത്. കടമക്കുടി ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു എൽ.സി. പത്രിക പൂരിപ്പിച്ചതിലെ പിഴവാണ് പത്രിക തള്ളുവാൻ കാരണം. ബോധമുള്ളവൻ ഒരുത്തൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല, ആരും നോമിനേഷനൊന്ന് വായിച്ചു നോക്കി പോലുമില്ല എന്ന് ചുരുക്കം. ഗതികേടതല്ല, അവിടെ കോൺഗ്രസിന് ഡമ്മി സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല. ഫലത്തിൽ ഇനി കടമക്കുടി ഡിവിഷനിൽ മത്സരം എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാവും. എൽ.സിയെ നിർദ്ദേശിച്ച് പത്രികയിൽ ഒപ്പിട്ടത് ഡിവിഷന് പുറത്തുള്ള വോട്ടർമാരാണ്. ഇവർ നൽകിയ 3 സെറ്റ് പത്രികകളിലും പുറമേ നിന്നുള്ള വോട്ടർമാരാണ് നിർദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് വിവരം. ഇതാണ് പത്രിക തള്ളുവാൻ കാരണം. തന്നെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്ന് സ്ഥാനാർത്ഥി എൽ.സി. ജോർജ് പറഞ്ഞു. പത്രികയിൽ പിഴവുകളൊന്നുമില്ലെന്നായിരുന്നു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞത്. പത്രിക സമർപ്പിച്ചതിന് ശേഷമാണ് തൻ്റെ ഡിവിഷന് പുറത്തുനിന്നുള്ളവരാണ് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടതെന്ന കാര്യം വ്യക്തമായത്. പുതിയ പത്രികയുമായി ഉച്ചയ്ക്ക് ശേഷം 2:55 തന്നെ കളക്ടറുടെ ചേംബറിന് മുന്നിൽ എത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പത്രിക സ്വീകരിച്ചില്ല. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കളക്ടർക്ക് അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും എൽ.സി. പറഞ്ഞു. അതുപോലെ കൽപ്പറ്റ നഗരസഭയിലും യു.ഡി.എഫിന് തിരിച്ചടിയുണ്ടായി. നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന രവീന്ദ്രൻ്റെ പത്രികയും തള്ളി. കൽപ്പറ്റ നഗരസഭയിലെ 23-ാം വാർഡ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.ജി. രവീന്ദ്രൻ്റെ പത്രികയാണ് തള്ളിയത്. പിഴയടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പത്രിക തള്ളിയത്. വാർഡിൽ ഡമ്മി സ്ഥാനാർത്ഥിയായ പ്രഭാകരൻ്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പത്തനാപുരം ഡിവിഷനിൽ യു.ഡി.എഫിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒരേ സീറ്റിൽ മത്സരരംഗത്തുള്ളതാണ് തർക്കത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പത്തനാപുരം ഡിവിഷൻ വിട്ടുകൊടുക്കില്ലെന്നാണ് ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നത്. വിനീത് വിജയനാണ് കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥി. ആലുവിള ബിജുവിനായി കോൺഗ്രസും രംഗത്തുണ്ട്. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പോസ്റ്റർ അടിച്ച് ഇരുവിഭാഗവും ഡിവിഷനിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.